സർവേ നടത്തി UDFനെ വിജയിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒറ്റപ്പെട്ട സർവേകൾ നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ. എന്നാൽ മലയാള മനോരമ ന്യൂസ് എല്ലാ ആഴ്ചയിലും സർവേ നടക്കുന്നുണ്ട്. സീ വാട്ടർ സർവേ കഴിഞ്ഞ ആഴ്ചയിലെ കേരളത്തിലെ മൂഡ് എന്താണ് എന്ന് പ്രതിഫലിപ്പിക്കുന്നതാണ് സർവേ എന്നാണ് മനോരമ ന്യൂസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മനോരമ നടത്തുന്ന സർവേ ഓരോ ആഴ്ച പിന്നിടുമ്പോഴും UDFന് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. മനോരമയാണ്, വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ LDFന് നേട്ടമുണ്ട് എന്ന് പറഞ്ഞ് അവസാനം ഇതാ UDF മുന്നിൽ എന്ന് പറയാനാകുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ മനോരമ പുറത്തുവിട്ട സർവേ പ്രകാരം LDFന് തന്നെയാണ് മേൽക്കൈ. അത് എങ്ങനെ എന്നല്ലേ? ഇടത് സർക്കാർ തുടരണമോ എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരമുണ്ട്. തുടരണം എന്ന് പറഞ്ഞത് 45.9% പേരാണ്. സർക്കാർ തുടരണം, ഈ സർക്കാർ വീണ്ടും വരണം എന്ന് അഭിപ്രായപ്പെട്ടത് 45.9% പേരാണ്. എന്നാൽ ഈ സർക്കാർ തുടരേണ്ട, ഈ സർക്കാർ മാറണം എന്ന് പറഞ്ഞത് 49.5% പേരാണ്. 49.5. 45.9% പേരാണ് മാറേണ്ട, തുടരണം എന്ന് പറഞ്ഞത്. മാറണം, ഈ സർക്കാർ തുടരേണ്ട എന്ന് പറഞ്ഞത് 49% പേർ. എന്ന് വെച്ചാൽ കൂടുതൽ പേർ സർക്കാർ മാറണം എന്ന് പറഞ്ഞു. ഇതാണ് മനോരമ അടിച്ചിട്ട കാർഡ്. സ്വാഭാവികമായും UDF കേന്ദ്രങ്ങൾ ഈ കാർഡ് വല്ലാതെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഇതാ മനോരമയുടെ സർവേയിൽ ഈ സർക്കാർ മാറണമെന്ന് അഭിപ്രായപ്പെട്ടവർ കൂടുതലാണ്. 45% പേർ ഈ സർക്കാർ മാറണ്ട എന്ന് പറയുന്നു, ഈ സർക്കാർ തുടരണം എന്ന് പറയുന്നു. എന്നാൽ 49% പേർ ഈ സർക്കാർ മാറണമെന്ന് പറയുന്നു. ഇതാണ് പ്രചാരണം. എന്നാൽ ആലോചിച്ച് നോക്കണം, 49% മാറണം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുണ്ട്. UDFും NDAയും. കോൺഗ്രസും BJPയും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് UDF NDA എന്ന് പറഞ്ഞത്. BJP നയിക്കുന്ന മുന്നണിയും UDFും രണ്ടിലും പെട്ടവരാണ് പറയുന്നത് 49.5% പേർ മാറണമെന്ന്. രണ്ട് മുന്നണിയും രണ്ടായാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും മാറണം എന്ന് പറയുന്നവരുടെ വോട്ട് ഭിന്നിക്കും. അങ്ങനെ വരുമ്പോൾ 45.9% ഭൂരിപക്ഷത്തിൽ നിൽക്കുക എന്ന് വെച്ചാൽ സർക്കാർ തുടരണമെന്ന് പറയുന്നവർക്കാണ് ഭൂരിപക്ഷം. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയവരാണ് വിജയിക്കുക. തോറ്റ സ്ഥാനാർത്ഥികൾ 2, 3, 4, 5 സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകും. അവരുടെ എല്ലാം വോട്ട് കൂട്ടിയാൽ ജയിച്ച സ്ഥാനാർത്ഥിയേക്കാളും കൂടുതൽ വോട്ടായിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. പക്ഷേ ജയിച്ചത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തിയാണ് എന്നോർക്കണം. അതുപോലെ തന്നെയാണ് ഈ സർവേയിലും കാര്യങ്ങൾ. 49.5% പേർ മാറണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിൽ UDF ഉണ്ട്, NDA ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJPയും ഉണ്ട്, മുസ്ലിം ലീഗുണ്ട്, BDJS ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഈ വോട്ട് വിഭജിച്ചു പോകുന്നു എന്ന് വെച്ചാൽ LDFന് തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ മേൽക്കൈ ഉള്ളത് എന്നർത്ഥം. ഇതിന് അനുബന്ധമായി മനോരമ സർവേയിൽ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതാണ് ഏറ്റവും രസകരം. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെയും മാർച്ച് മാസത്തിലെയും 2 ആഴ്ചകളിൽ എങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചത്? ഇതാണ് അതിൽ പറയുന്നത്. അതിൽ മാറണമെന്ന് പറഞ്ഞവർ ഫെബ്രുവരി മാസത്തിലെ ആവറേജ് കണക്ക് പ്രകാരം മലയാള മനോരമ തന്നെ പറയുന്നു, ഫെബ്രുവരി മാസത്തിലെ ആവറേജ് എന്നത് 42.6%. 42.6%. എന്നാൽ അത് മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ 43.3% ഉയരുന്നു. ഫെബ്രുവരി മാസത്തെ ആവറേജ് 42.6, മാർച്ച് മാസത്തെ 1-ാം വീക്കിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ചയിൽ 43.3%. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ അത് 45.9 ഉയരുന്നു. എന്ന് വെച്ചാൽ 42-ൽ നിന്ന് 43-ലേക്കും 43-ൽ നിന്ന് 45-ലേക്കും കൂടിക്കൂടി വരുന്നു എന്നർത്ഥം.
സർക്കാർ തുടരണമെന്ന് പറയുന്നവരുടെ എണ്ണം ഓരോ ആഴ്ച കഴിയും തോറും കൂടിക്കൂടി വരികയാണ് എന്നതാണ് ഈ സർവേ പറയുന്നത്. മനോരമ ന്യൂസ് നടത്തിയ സർവേ പറയുന്നത്, മനോരമ ന്യൂസിന് വേണ്ടി സി വോട്ടർ നടത്തിയ സർവേയിൽ പറയുന്നത്. ഇനി മാറണമെന്ന് പറയുന്നവരോ, ഈ സർക്കാർ തുടരേണ്ട, മാറണമെന്ന് പറയുന്നവരുടെ ഒരു ട്രാക്ക് നോക്കാം നമുക്ക്. ഫെബ്രുവരി മാസത്തെ ഏവറേജ് 52.6 ആണ്, 52.6. അവിടെ നിന്ന് മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് 52.9 നേരിയ ഒരു വർധനവുണ്ടാകുന്നു. 52.6 നിന്ന് 52.9 നേരിയ ഒരു വർധനവുണ്ടാകുന്നു. അതിനുശേഷം രണ്ടാം ആഴ്ചയിലേക്ക് വരുമ്പോഴാണ് 49.5 വീഴുന്നു. ഏകദേശം 3% കുറവ്, വീഴ്ച ഉണ്ടാകുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ജനങ്ങൾ ചിന്തിക്കുന്നത് LDF സർക്കാർ, ഈ സർക്കാർ തുടരണമെന്ന് തന്നെയാണ്. തുടരണം എന്ന് പറയുന്നവർ ഓരോ ആഴ്ച കഴിയും തോറും കൂടിക്കൂടി വരുന്നു. മാറണമെന്ന്, തുടരേണ്ട എന്ന് പറയുന്നവരുടെ ശതമാനം ഓരോ ആഴ്ച കഴിയുമ്പോഴും കുറഞ്ഞ് വരുന്നു. 52.9 നിന്ന് 49.5 എത്തുന്നു അവസാനത്തെ രണ്ടാം വാരത്തിൽ. എന്ന് വെച്ചാൽ LDF സർക്കാർ തുടരണം എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് മനോരമ സർവേ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് മലയാള മനോരമ ഈ വാർത്ത ഇന്നത്തെ മനോരമ ദിനപത്രത്തിലെ 4-ാം പേജിലേക്ക് ഒതുക്കിയത്. ആരും കാണാതെ ഒരു മൂലയ്ക്ക് ഒരു 3 കോളം വാർത്തയിൽ ഒതുക്കി വെച്ചത്. UDF സർക്കാരാണ് തുടരണം എന്ന സർവേ റിപ്പോർട്ടാണ് ലഭിച്ചത് മനോരമയ്ക്ക് എങ്കിൽ 1-ാം പേജിലെ പ്രധാന വാർത്തയായി മാറുമായിരുന്നു. പ്രധാന വാർത്ത ആയില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ ആ വാർത്തയെ വിന്യസിക്കുമായിരുന്നു മനോരമ. പക്ഷേ UDFന് എതിരാണ് സർവേ റിപ്പോർട്ട് എന്നതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ 4-ാം പേജിലെ 3 കോളത്തിലേക്ക് വാർത്ത ചുരുക്കിയത്. ഒരു സംശയവും വേണ്ട, LDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ജനങ്ങളുടെ സംസാരം. ഇനി മാറാനുള്ള വലിയ രാഷ്ട്രീയ കാലാവസ്ഥയൊന്നും വരാനില്ല. UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നാൽ അത് കൃത്യമായും മനസ്സിലാകും. LDFന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മേൽക്കൈ. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്ന് മനോരമ ന്യൂസിൻ്റെ ഈ സർവേ വ്യക്തമാക്കുന്നു. അതോടൊപ്പം സർവേ അവതരിപ്പിച്ചുകൊണ്ട് മനോരമ ന്യൂസിൻ്റെ ആങ്കർമാർ തന്നെ കൃത്യമായും പറയുന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും.